കോൺഗ്രസിന്റെ പ്രതീക്ഷ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഉണ്ണികൃഷ്ണനാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട സൗബിൻ ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോടതി എന്തെല്ലാമാണ് ഈ സമയം നീട്ടി നൽകുന്നതിന് ആധാരമായി പറഞ്ഞത്? അടുത്തതായി എന്ന് ഹാജരാകാനാണ് സൗബിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? മഞ്ഞുമൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇന്നായിരുന്നു സൗബിനോട് മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഈ കേസ് തുടരാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു മരട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 14 ദിവസത്തെ സമയം സൗബിൻ അടക്കമുള്ള നിർമ്മാതാക്കൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. 14 ദിവസത്തിനകം മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ സമയമാണ് ഇപ്പോൾ കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. സൗബിൻ ഇന്ന് ഹാജരാകേണ്ട അതിന് പകരം മറ്റൊരു തീയതി തീരുമാനിക്കാമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ പോലീസ് സ്റ്റേഷനിലടക്കം തന്നെ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി പണം നിക്ഷേപിച്ചു, എന്നാൽ ഈ പണമൊന്നും തന്നെ തനിക്ക് ലഭിച്ചില്ല, ഈ സിനിമയുമായി ബന്ധപ്പെട്ട ലാഭവിഹിതമൊന്നും തന്നെ തനിക്ക് ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ സിനിമയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് സൗബിൻ അടക്കമുള്ള നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. സഹ നിർമ്മാതാക്കളായിട്ടുള്ള സാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നീ നിർമ്മാതാക്കൾക്കടക്കം പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. അവരോടടക്കം തന്നെ ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ സമയമാണ് കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. മറ്റൊരു തീയതി പിന്നീട് അറിയിക്കാമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. സിറാജ് വലിയതുറയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടി താൻ 7 കോടി രൂപ നിക്ഷേപിച്ചു, എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന ഈ ലാഭം ഒന്നും തന്നെ തനിക്ക് ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു പരാതി ഇവർക്കെതിരെ നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ പരാതി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സൗബിൻ അടക്കമുള്ള സിനിമയിലെ നിർമ്മാതാക്കളടക്കം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഈ ഹൈക്കോടതി അടക്കം തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പ്രധാനമായും ഈ സിറാജ് വലിയതുറ കൃത്യസമയത്ത് പണം തന്നില്ല, അത് സിനിമയെ വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചു, അത് തങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നായിരുന്നു ഈ കോടതിയിൽ നിർമ്മാതാക്കളടക്കം തന്നെ സൗബിൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസ് റദ്ദാക്കാൻ സാധിക്കില്ല, ഈ കേസുമായി മുന്നോട്ട് പോകാനായിരുന്നു പിന്നീട് കോടതി അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതിന് പിന്നാലെ ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നായിരുന്നു ആ സമയം നൽകിയിട്ടുണ്ടായിരുന്നത്. മരട് പോലീസ് സ്റ്റേഷനിലായിരുന്നു സൗബിൻ അടക്കമുള്ള ആളുകളോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ആ സമയമാണ് ഇപ്പോൾ കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. അതുല്യ. ശരി വിനയ, മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല. മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകിയിരിക്കുകയാണ്. വിനയ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.